സ്നേഹം നിറഞ്ഞ ഗുരുക്കന്മാര്, ജ്യോതിഷ പണ്ഡിതന്മാര്, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് പൂയ നക്ഷത്രത്തിന്റെ ദശകളെ പറ്റിയാണ്. അതിന്റെ വിശേഷങ്ങളും പറ്റി പറയുന്നു. പിന്നെ ഞാൻ മലയങ്കില് കെ പുരുഷോത്തമൻ ജോസഫ്. പൂയ നക്ഷത്ര ജാതകർ കർക്കിടകക്കൂറിലാണ് അവരുടെ രാശി ഫലം പറയുന്നത്. പൂയ നക്ഷത്രം കർക്കിടകം രാശിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് നാലാമത്തെ രാശിയാണ് കർക്കിടകം. അപ്പോൾ നാലാം ഭാവം എന്ന് പറയുന്നത് മാതാവ്, സുഹൃത്ത്, അങ്ങനെ കുടുംബം, സ്നേഹം, ഇതെല്ലാം ഉള്ള ഒരു രാശിയാണ്. പൂയ നക്ഷത്ര ജാതകർ പൊതുവെ കുടുംബസ്നേഹമുള്ളവരും ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും സ്നേഹസമ്പന്നരും മനസ്സ് ചെറിയ കാര്യത്തിന് ഇളകി പോകുന്നവരുമായിരിക്കും. എന്നാൽ വ്യാഴൻ ഉച്ചരാശിയാണ് കർക്കിടകൻ രാശി. അവിടെ ചന്ദ്രന്റെ നില ഇവർക്ക് വളരെ സാത്വിക ഭാവങ്ങളും ദൈവാധീനവും ധനധാന്യാദി സാമ്രാജ്യങ്ങളും നേട്ടങ്ങളും ഭാഗ്യങ്ങളും ബുദ്ധി, ശക്തി, യുക്തി എന്നിവകളാൽ നിറഞ്ഞു തുളുമ്പുന്ന ഒരനുഭവം ഉണ്ടാകുന്നുണ്ട്. ഇതിനെ കർക്കിടകക്കൂറെന്ന് ആണ് പറയപ്പെടുന്നത്. കർക്കിടകക്കൂറിൽ ആയതുകൊണ്ട് ഇവർ പൊതുവെ വിദേശത്തും സ്വദേശത്തും താമസിക്കുന്നവരായിരിക്കും. സത്യസന്ധതയിലും നീതിയിലും പല കാര്യങ്ങളിലും ഇവർ തെളിയിച്ചിട്ടുണ്ട്. എന്തെന്നാൽ ആഫീസിലായാലും ഒരു ഓഫീസറായാലും ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരായി അവർ അവരുടേതായ കൃത്യങ്ങൾ വളരെ കൃത്യനിഷ്ഠയോടുകൂടി അനുഷ്ഠിക്കും. അവർക്ക് മറ്റ് ഉള്ളവരുടെ കാര്യങ്ങൾക്ക് വഴങ്ങാതെ മന്ദമേ അവർ കാര്യങ്ങൾ നടത്തുകയുള്ളൂ. കാരണം ഇവർ ജനിക്കുന്നത് ശനി ദശയിലായതുകൊണ്ടാണ്. മന്ദൻ എന്ന് വെച്ചാൽ ശനിയാണല്ലോ. ശനി ദശയിൽ ജനിക്കുന്നത് കൊണ്ട് എല്ലാത്തിനും താമസം, അതായത് കാലതാമസം എടുത്ത് ഇവർ മുന്നോട്ട് കാര്യങ്ങൾ വളരെ ഭംഗിയായി കൊണ്ടുപോകും. പല ഓഫീസേഴ്സ്, പല നേതാക്കന്മാർ, വലിയ ഭൂവുടമകളും വലിയ വലിയ സ്ഥാപനങ്ങൾ നടത്തുന്നവരും എല്ലാം നാം പൂയ നക്ഷത്രത്തിൽ കണ്ടുവരാറുണ്ട്. ചില പൂയ നക്ഷത്രത്തിന് സ്ത്രീകൾക്ക് ചെറിയ ആക്ഷേപം ചിലർ പറയുന്നുണ്ട്. പൂയത്തിൽ സ്ത്രീകൾക്ക് അരിഷ്ടതാണ്. അതൊക്കെ വെറും ധാരണകളാണ്. പൂയ നക്ഷത്രവും നല്ല ഗ്രഹങ്ങളുടെ സ്ഥിതിയിൽ ജനിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഒരു ദോഷവും ഉണ്ടാകുകയില്ല. അവർക്ക് ഭാഗ്യൈശ്വര്യങ്ങൾ വർദ്ധിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് പൂയ നക്ഷത്രക്കാർക്ക് വിദേശവാസം ധാരാളം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നല്ല സൽസന്താന യോഗവും നല്ല അമ്മയും നല്ല ഭർതൃസിദ്ധിയും പൂർണ്ണമായി അനുഭവിക്കാനുള്ള ഭാഗ്യമുണ്ട്. അതുപോലെ തന്നെ അമ്മാവൻ, അപ്പൂപ്പൻ, അമ്മമ്മ എന്നിവരുടെ സ്വത്തുകൾ ലഭിക്കാനുള്ള ഭാഗ്യവും ഉണ്ടാകും. എല്ലാവർക്കും വേണമെന്നില്ല, ചിലർക്ക് എങ്കിലും അത് ലഭിച്ചേക്കാം. ഇവർക്ക് 19 കൊല്ലം ശനിദശയിലാണ് ഇവർ ജനിക്കുന്നത്. അത് ചിലപ്പോൾ പാതി 8, 9, 5, 7 ഒക്കെ വർഷം കിട്ടും. എന്നാലും നമുക്കൊരു 8 കൊല്ലം എടുക്കാം. 8 കൊല്ലം വരെ ശനി ദശ, അതിൽ ജാതകപ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും. അത് കഴിഞ്ഞാൽ ബുധൻ 17 കൊല്ലം, 25 വയസ്സിനകത്ത് സ്ത്രീകൾക്ക് ഉദ്യോഗവും വിവാഹാദി യോഗവും അനുഭവമാകുന്നു. ചിലർക്ക് അത് കഴിഞ്ഞാൽ ശനി കഴിഞ്ഞ് ബുധൻ കഴിഞ്ഞ കേതു ദശയിൽ കേതു 7 കൊല്ലം വിദേശവാസം, സന്താന യോഗം, ചില താമസങ്ങൾ മാറി മറ്റ് സ്ഥലങ്ങളിൽ പോവുക, ഒന്നിൽ കൂടുതൽ ഭവനങ്ങൾ ഉണ്ടാകാനുള്ള കാലഘട്ടം, ഇങ്ങനെ
കുടുംബജീവിതത്തിൻ്റെ വലിയ മാറ്റങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ അനുഭവിക്കും. അത് കഴിഞ്ഞാൽ കേതു കഴിഞ്ഞാൽ 20 കൊല്ലം ശുക്രദശ. ശുക്രൻ 20 കൊല്ലം. ഈ ശുക്രദശ കാലത്ത് ഇവർക്ക് നല്ല ഗ്രഹയോഗം, ഔദ്യോഗിക രംഗങ്ങളിൽ നല്ല ഉയർച്ച, ഭാഗ്യം, ധനം, സമ്പത്ത്, വാഹനയോഗം, ബന്ധുജന സമാഗമം, പിന്നെ പുത്രപൗത്രാദി സൗഖ്യം, സന്താനങ്ങൾക്ക് വിവാഹാദി മംഗളകർമ്മങ്ങൾ, അങ്ങനെ തുടങ്ങിയ നല്ല ഭാഗ്യ ഉദയം ശുക്രദശാകാലത്ത് ഉണ്ടാകും. ശുക്രൻ വിശേഷാൽ നല്ല ഭാവങ്ങളിൽ നിന്നാൽ ഏറ്റവും ഉത്തമവും, മോശപ്പെട്ട ഭാവങ്ങളിൽ നിന്നാൽ ശുക്രനാണ് വലിയ ദോഷങ്ങൾ ചെയ്യുകയില്ല, എങ്കിലും പ്രതീക്ഷിക്കുന്നത്ര അഭിവൃദ്ധി ഉണ്ടാകുകയില്ല. അത് കഴിഞ്ഞാൽ ആദിത്യൻ 6 കൊല്ലം. ആദിത്യദശ പൊതുവെ ഇവർക്ക് നന്നായിരിക്കും. കാരണം ആ കാലഘട്ടത്തിൽ ഔദ്യോഗികപരമായി സ്ഥാനമാറ്റങ്ങൾ, പിന്നെ വീട്ടിൽ ചില കാര്യങ്ങളിൽ വ്യാപൃതരായി എഴുത്തോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ താൻ പഠിച്ച വിഷയങ്ങളിൽ മറ്റുള്ളവർക്ക് പഠിപ്പിക്കാനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ പോലുള്ള മറ്റു സ്ഥാപനങ്ങളിൽ ചെന്ന് പഠിപ്പിക്കുക, കലയിൽ നൈപുണ്യമുള്ളവർ കലാകേന്ദ്രങ്ങൾ നടത്തുക, പിന്നെ അതുപോലെയുള്ള വലിയ ബിസിനസ് സ്ഥാപനങ്ങൾ ഉള്ളവർ അതിൻ്റേതായ പുതിയ പകർപ്പുകൾ കണ്ട് പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങി അതിൽ നിന്ന് പ്രശസ്തരാകുക. ശേഷം പിന്നെ ആദ്യത്തെ ദശ കഴിഞ്ഞാൽ ചന്ദ്രദശ 10 കൊല്ലം, അത് കഴിഞ്ഞാൽ ചൊവ്വാദശ 7 കൊല്ലം, പിന്നെ രാഹുർ ദശ 18 കൊല്ലം. ഇങ്ങനെ മറ്റു ദശകൾ പോകുന്നു. ആ ദശകൾ ഈശ്വരന് മാത്രമേ അറിയാവൂ. ലഭിക്കുമെങ്കിൽ ഇവർക്ക് ഉത്തമമായിരിക്കും. പൊതുവെ ഇവർ ശനിദശയിലാണ് ജനിക്കുന്നത്. ശനി, അത് കഴിഞ്ഞാൽ ബുധൻ, അത് കഴിഞ്ഞാൽ കേതു, അത് കഴിഞ്ഞാൽ ശുക്രൻ 20 കൊല്ലം, പിന്നെ ആദിത്യൻ 6 കൊല്ലം, ചന്ദ്രൻ 10 കൊല്ലം, ചൊവ്വ 7, രാഹുർ 18. ഇങ്ങനെ ഇവരുടെ ദശകൾ പോകുന്നു. ഇവർക്ക് വിവാഹ സംബന്ധിയായി ഭരണി, പൂരം, പൂരാടം, പൂയം, ഔട്ടം, അനിഴം, മകയിരം, ചിത്തിര, ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങൾ ഉത്തമമല്ല. കാരണം മധ്യമരഞ്ജി ദോഷം ഉള്ളത് കൊണ്ട്. അതുപോലെ തന്നെ ഇവരുടെ രാശി ചന്ദ്രനും വ്യാഴന്റെ ഉച്ചക്ഷേത്രത്തിലായതുകൊണ്ട് ഇവർ പ്രശസ്തരും കീർത്തിമാന്മാരും ആയി ഭവിക്കും. ഒപ്പം സ്ത്രീകളാണെങ്കിൽ അവർ പല ഉദ്യോഗങ്ങളിൽ വിജയിക്കുകയും അതിൽ നിന്ന് സാമ്പത്തിക നേട്ടവും മാനസിക അഭിവൃദ്ധികളും ഉണ്ടാക്കും. പൊതുവെ യാത്രയിൽ താല്പര്യപ്പെടുന്നവരും ഇവരുടെ ജീവിതത്തിൻ്റെ 25 വയസ്സിന് ശേഷമാണ് പൂർണ്ണമായ ഉയർച്ചകൾ ഇവർക്ക് കണ്ടുവരാറുള്ളത്. സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും ഈ അവസ്ഥ തന്നെ. പിന്നെ 33, 35, 45, 50, 58, 65 ഈ കാലങ്ങളിൽ, 70 ഈ കാലഘട്ടങ്ങളിലെല്ലാം വളരെ ഉയർച്ച പൂയ നക്ഷത്ര ജാതകർക്ക് ഉണ്ടാകുന്നതായി കണ്ടുവരാറുണ്ട്. ഭാഗ്യ നിറങ്ങൾ ആറഞ്ച്, നീല. ഭാഗ്യ ദിവസം ശനി, വ്യാഴൻ എന്നിവയെ ചിന്തിക്കാം. പൊതുവെ ഇവർ ഭാഗ്യവന്മാരും ഐശ്വര്യവന്മാരും ആകുന്നു. ശനിദശയിൽ ഇന്ദ്രനീലക്കല്ലും, ബുധദശയിൽ മരതകക്കല്ലും, കേതുദശയിൽ വൈദൂര്യക്കല്ലും, ശുക്രദശയിൽ വൈരക്കല്ലും, ആദിത്യനിൽ ചുവന്ന രത്നവും, ചന്ദ്രനിൽ മുത്തും, ചൊവ്വയിൽ പവിഴവും, രാഹുർ ഗോമേതകവും ധരിക്കൊള്ളുന്നത് ഉത്തമമാകുന്നു. പൊതുവെ ഇവർ ശാസ്താപ്രീതി, കനിമാപ്രീതി, ശിവപ്രീതി എന്നിവ നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ്. ശനിദശയിലാണ് ജനിച്ചതുകൊണ്ട് ശാസ്താവിന് ഒരു കഴിയുന്ന സമയങ്ങളിലെല്ലാം നീലാഞ്ജനം കൊടുക്കുകയും ഹനുമാന് വടമാല കൊടുക്കുകയും ശിവന് ജലധാര കൊടുക്കുകയും നല്ല ഉത്തമമാണ്. വൈഷ്ണവ പൂജ കൂടെ, അതായത് വിഷ്ണു ക്ഷേത്രങ്ങളിൽ പാൽപായസം, മറ്റ് കഴിയുമ്പോഴും വഴിപാടുകളും ദേവി പൂജയും നടത്തിക്കൊള്ളേണ്ടതാകുന്നു. പൊതുവെ ഇവർ കാര്യപ്രാപ്തിയുള്ള നക്ഷത്രങ്ങളിൽ ഒന്നാണ്
പൂയ നക്ഷത്ര ജാതകം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ തൽക്കാലം നിർത്തി നാളെ അടുത്ത നക്ഷത്രത്തെപ്പറ്റി പറയുന്നു.